ജോസ് ടീം വർക്കിന്റെ കാര്യം സാറ് പറഞ്ഞു നിർത്തിയതുപോലെ ഈ പഠിക്കേണ്ടത് എങ്ങനെയെന്നുള്ളതിൽ കൂട്ടുകാരെ കൂടി ഉൾപ്പെടുത്തി ഈ പരീക്ഷ കാലത്ത് പഠിക്കേണ്ടത് എങ്ങനെ, അത് എത്രത്തോളം ഗുണകരമായി മാറും? പ്രധാനമന്ത്രി പറഞ്ഞ ആ ലീഡർഷിപ്പ് എന്നുള്ളതിൻ്റെ ഒരു ഘടകം അത് തന്നെയാണ്. മിടുക്കരായ കുട്ടികളുടെ പ്രദേശങ്ങളിൽ അവർക്ക് വേണമെങ്കിൽ കൂട്ടായിരുന്നു പഠിക്കുന്നതിന് ഒരു പിയർ ഗ്രൂപ്പിംഗ് സ്ട്രാറ്റജിയിലൂടെ പഠിക്കുന്നതിനെ സഹായിക്കും. കാരണം ഈ മിടുക്കരായ കുട്ടികൾ ചിലപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് രണ്ട് തരത്തിലാണ് അതിൻ്റെ ഉപയോഗം ഉണ്ടാകുന്നത്. അതായത് ഒന്ന്, ഈ പഠിപ്പിക്കുന്ന കുട്ടി അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന കുട്ടി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതുകൊണ്ട് അവൻ്റെ പഠനം കുറച്ചുകൂടി വ്യക്തതയാവുകയാണ്. അതോടൊപ്പം തന്നെ മറ്റു കുട്ടികൾക്ക്, അറിഞ്ഞുകൂടാത്ത കുട്ടികൾക്ക് അതിന് എളുപ്പ വഴിയിലൂടെ പറഞ്ഞു കൊടുക്കുക. പക്ഷേ ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ വളരെ സിമ്പിളായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കൂട്ടുകാർക്ക് കഴിയാറുണ്ട് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. മിടുക്കരായ കൂട്ടുകാരുണ്ടെങ്കിൽ അത്തരം കൂട്ടുകാരെ അവർ യോജിച്ചിരുന്നിട്ട് അവധി ദിവസങ്ങളിലോ അല്ലെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ അവർക്ക് വേണമെങ്കിൽ പരസ്പരം പഠിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി പറഞ്ഞത്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെയും അച്ഛനും അമ്മയൊക്കെ ലീഡേഴ്സാണ് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നത് അവരെയാണ്. അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് പലപ്പോഴും ഈ കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ അവർക്കൊരു റോൾ മോഡലായി മാറേണ്ടതുണ്ട്. കുട്ടികളുടെ പഠനത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതും രക്ഷിതാക്കളാണ്. കാരണം ഒരു ദിവസത്തിൽ ഏകദേശം 18 മണിക്കൂറോളം കുട്ടി വീട്ടിലാണ് അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് കുട്ടിയുള്ളത്. അപ്പോൾ അത്രയും സമയം വീട്ടിൽ ചിലവഴിക്കുമ്പോൾ അവർ സ്വാഭാവികമായി അവർ പഠിക്കേണ്ടത് രക്ഷിതാക്കളിൽ നിന്നാണ്. അപ്പോൾ രക്ഷിതാക്കൾ തന്നെ കുട്ടികൾക്ക് അതിനുവേണ്ട സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിനൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, കുട്ടികൾക്ക് പഠിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഏറ്റവും പ്രധാനമായിട്ട് രക്ഷിതാക്കൾ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ മേഖലകളിൽ രക്ഷിതാക്കൾക്കൊക്കെ TV കാണുന്ന സ്വഭാവമൊക്കെ ഉണ്ടാവാം, സീരിയൽ കാണുന്ന സ്വഭാവമൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇത് കുട്ടിയുടെ പഠനത്തെ ബാധിക്കാത്ത രീതിയിൽ ചെയ്യാനൊക്കെ അവർ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ കുട്ടിക്ക് പഠിക്കാൻ പ്രത്യേക ഒരു പഠന അന്തരീക്ഷം, പഠിക്കാൻ പ്രത്യേക സ്ഥലം, ഒരു മാറിയിരുന്ന പഠനത്തിന് വേണ്ടി സഹായിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുന്നതിനും ഈ രക്ഷിതാക്കൾ ശ്രമിക്കേണ്ടതാണ്. രക്ഷിതാക്കൾക്ക് അത്തരം റോളുകളാണ് കൂടുതലായിട്ടുള്ളത്. അവരൊരു പക്ഷേ അവരെ പഠനത്തിൽ പഠിക്കാവുന്ന കാര്യത്തെ പറഞ്ഞു കൊടുത്ത് സഹായിക്കാൻ ചിലപ്പോൾ അവർക്ക് കഴിഞ്ഞില്ലെന്ന് വരാം. പക്ഷേ അവർക്ക് പഠന അന്തരീക്ഷം ഭംഗിയായി നൽകുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് കഴിയും. അത് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കണം. അതോടൊപ്പം തന്നെ ഈ കുട്ടികളെ അവർക്ക് കൃത്യമായ ആഹാരം കഴിക്കുന്നതിനും അവരെ കൃത്യമായി വെള്ളം കുടിക്കുന്നതിനും അതോടൊപ്പം തന്നെ റെസ്റ്റ് എടുക്കുന്നതിനും ഉറങ്ങുന്നതിനും ഒക്കെയുള്ള സംവിധാനം, അതിനുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കാൻ അവരെ സഹായിക്കേണ്ടത് രക്ഷിതാക്കളുടെ കൂടെ കടമയാണ്. അതുകൊണ്ട് രക്ഷിതാക്കൾക്കും ഒരു ലീഡർഷിപ്പ് റോൾ അതിനകത്തുണ്ട്. അങ്ങനെ രക്ഷിതാവ് ലീഡറുടെ റോൾ എടുക്കുന്നത് കണ്ടു പഠിക്കുന്ന കുട്ടിക്ക് സ്വാഭാവികമായി അവൻ ഓട്ടോമാറ്റിക്കലി ഹി ഓൾസോ ബിക്കംസ് എ ലീഡർ.